ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. GK സിംപ്ലിഫൈഡിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നമ്മൾ കണ്ടൊരു കാര്യം, അതിൻ്റെ കണ്ടിന്യൂഷനാണ്. NCERT എങ്ങനെ വായിക്കണമെന്ന് കണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ മറ്റൊരു ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ടും ഞാൻ എത്രയും പെട്ടെന്ന് വരും. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്, എങ്ങനെയാണ് ന്യൂസ് പേപ്പർ പത്രം വായിക്കേണ്ടത്? അത് നമുക്കറിയാലോ. താൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ശരിയാണ്, പറഞ്ഞു തരേണ്ട കാര്യമില്ല. SSC RRB പരീക്ഷകൾക്ക് വേണ്ടി അല്ലെങ്കിൽ PSC പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടി എങ്ങനെയാണ് നമ്മൾ പത്രം വായിക്കേണ്ടത്? ഒരുപാട് സമയമെടുക്കാതെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനം അതിൽ നിന്ന് എടുക്കാനായിട്ട് അതിൻ്റെ ഒരു ട്രിക്ക് നമ്മൾ ട്രിക്ക് എന്നല്ല, അത് പ്രാക്ടീസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്നുള്ളതാണ്. അതെങ്ങനെ നമുക്ക് മാസ്റ്റർ ചെയ്യാമെന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ പത്രം വായിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സ്ഥിരം ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഞാനിവിടെ ഒരു കഥ പറയാം, അധികം സമയം എടുക്കാതെ ഒരു കഥ പറയാം. UPSC സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് പഠിപ്പിച്ച മാഷ് പത്രം വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ലൈഫിൽ അന്നേ പറഞ്ഞാൽ ഇംഗ്ലീഷ് പത്രം വായിച്ചിട്ടില്ല. ഇംഗ്ലീഷ് ഞാനും തമ്മിൽ ഒത്തുപോകില്ലായിരുന്നു. അപ്പോൾ മാഷ് പറഞ്ഞു, പത്രം വായിക്കുക, നിങ്ങളൊരു ബുക്കിൽ ഇംഗ്ലീഷ് വാക്കുകൾ മനസ്സിലാവാത്തത് എഴുതി വയ്ക്കുക, അതിനുവേണ്ടി ഒരു ഡിക്ഷണറി ഉപയോഗിക്കുക. ഓക്കെ, അപ്പം ഞാൻ തുടങ്ങിയ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, തുടങ്ങിയ സമയത്ത് പിന്നെ ഈ GB കണക്കിന് ഡേറ്റ വന്നു തുടങ്ങിയിട്ടില്ല. ജിയോ പിന്നെയും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് വന്നു തുടങ്ങുന്നത്. അപ്പോൾ ഡിക്ഷണറിയൊക്കെ ഉപയോഗിച്ച് ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി ഒരുപാടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവൈലബിൾ ആയിട്ടൊരു സാധനം വെച്ച് വായിക്കാൻ തുടങ്ങി. ഞാൻ തിങ്കളാഴ്ചകളിൽ ഒരു പത്രം മേടിച്ചു കഴിഞ്ഞാൽ, ഞാനിത് പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ, അത് തീരാൻ വ്യാഴാഴ്ചയാവും. എൻ്റെ ബുക്കിലൊരു 2-3 പേജ് നിറച്ച് വാക്കുകളാണ്. എനിക്ക് വാക്കുകളുടെ പ്രൊണൗൺസിയേഷൻ പലതും കിട്ടാറില്ല, പലതിൻ്റെ അർത്ഥം കിട്ടാറില്ല. ഒരു പേജ് വായിച്ച് വാക്കൊക്കെ നോട്ട് ചെയ്ത് അർത്ഥം നോക്കി വരുമ്പോഴത്തേക്കും അടുത്ത പേജ് 2-3 മണിക്കൂർ കഴിയും. ഈ പേജ് നോക്കുമ്പോൾ ആദ്യത്തെ പേജ് മറന്നു പോകും. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട്, ശരിയാകട്ടെ തെറ്റാകട്ടെ, ഗ്രാമറ്റിക്കലി കറക്റ്റ് ആവട്ടെ അല്ലാതെ വരട്ടെ, പ്രൊണൗൺസിയേഷൻ തെറ്റാവട്ടെ അല്ലാതെ വരട്ടെ, കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റും. ഞാൻ ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിന് 2 കാര്യങ്ങളുള്ളത്. ഒന്ന്, എൻ്റെ കണ്ടൻറ്റ്. രണ്ടാമത്, എനിക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ്. ശരിയാണോ തെറ്റാണോ നോക്കാതെ, തെറ്റിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, കാരണം ഞാൻ ഇംഗ്ലീഷല്ല പഠിപ്പിക്കുന്നത്, എൻ്റെ മാതൃഭാഷ ഇംഗ്ലീഷല്ല. ആ കോൺഫിഡൻസിൽ എനിക്ക് പഠിക്കാനും പുതിയ പുതിയ ബുക്കുകൾ വായിക്കാനും ചിലപ്പോഴൊക്കെ സബ്ടൈറ്റിൽ ഒഴിവാക്കി ഇംഗ്ലീഷ് പടങ്ങൾ കാണാനുള്ള ധൈര്യം തന്നത് പത്രങ്ങളാണ്, പത്രവായനയാണ്. അപ്പം ഇന്നും പറ്റുന്ന പോലെ മുടങ്ങാതെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് പത്രം വായന. അപ്പം ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങൾ, സ്വയം ചോദിച്ച ചില ചോദ്യങ്ങൾ, അനുഭവങ്ങളാണല്ലോ നമ്മൾ പങ്കുവെക്കുന്നത്. ഞാൻ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ വേണ്ടി സ്വയം ചോദിച്ച ചില ചോദ്യങ്ങൾ. ഒന്ന്, റീഡിങ് ന്യൂസ് പേപ്പർ ഈസ് നെസസറി ഓൺലി ഫോർ UPSC എക്സാംസ്. ഇത് ഞാൻ ചോദിച്ചില്ല കേട്ടോ, കാരണം ഞാനന്ന് പഠിക്കുന്ന സമയത്ത് ഈസ് ഇറ്റ് നെസസറി, പത്രം വായിക്കേണ്ട ആവശ്യമുണ്ടോ? വേറെ ഒരുപാട് മന്ത്ലി കമ്പൈലേഷനുകളില്ലേ? 2 മന്ത്ലി കമ്പൈലേഷൻ ഉണ്ട്. അത് വായിച്ചാൽ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. ഒരു മന്ത്ലി കമ്പൈലേഷനെയും ഞാൻ കുറച്ച് കാണുന്നില്ല. ഒരാൾ കഷ്ടപ്പെട്ടിരുന്ന് കുറേ പത്രങ്ങളിലെയും മറ്റും കറണ്ട് അഫയേഴ്സ് എടുത്ത് അതിനെ നല്ല വൃത്തിക്ക് നിങ്ങൾക്ക് തരുമ്പോൾ അത്ര എഫേർട്ട് നിങ്ങൾ എടുക്കുന്ന സമയമാണ് മൂപ്പര് ലാഭിച്ചു തരുന്നത്. അപ്പോൾ അതിനൊരിക്കലും ഞാൻ കുറച്ച് തരില്ല. പക്ഷെ അതുകൂടാതെ ഒരുപാട് ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള, എനിക്ക് ഉണ്ടായതുപോലെയുള്ള ഒരുപാട് ഗുണങ്ങൾ പത്രം വായന കൊണ്ടുണ്ട്. അപ്പോൾ SSC RRBയിലെ സ്റ്റുഡൻസ് ചോദിക്കുന്നത്, UPSC പഠിക്കുന്നവർ മാത്രം പത്രം വായിച്ചാൽ പോരെ? നമ്മുടെ നാട്ടിൽ ജനറൽ ഇലക്ഷൻ വരാൻ വേണ്ടി പോവാം. ഓരോ ചായക്കടയിൽ പോയിരിക്കുമ്പോഴും നിങ്ങൾക്ക് ഇറാൻ അല്ലെങ്കിൽ India America ട്രേഡിൽ, അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ, ഇസ്രായേൽ പലസ്തീൻ വാർത്തകളിൽ ചർച്ചകളാവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. CPI, CPM, കോൺഗ്രസ്, BJP, ലീഗ് തുടങ്ങിയ കേരളത്തിലെ വലിയ പാർട്ടികൾ മുതൽ ചെറിയ പാർട്ടികൾ വരെയുള്ള അവരുടെ ചർച്ചകൾ, അവരുടെ ആശയങ്ങൾ നമുക്ക് ഡിസ്കഷൻ വരുന്നത് കാണാൻ സാധിക്കും. ഈ ചേട്ടന്മാരും ചേച്ചിമാരും മുഴുവൻ പരീക്ഷ എഴുതിയിട്ടല്ല പത്രം വായിക്കുന്നത്. പത്രം വായിക്കൽ അവരുടെ ഒരു ശീലമാണ്, നമ്മൾ ഒരിക്കലും ഫോളോ ചെയ്യാത്ത ഒരു ശീലം. പരീക്ഷയിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ ഇവിടെ പ്രൂവ് ചെയ്യാം, UPSC പരീക്ഷകൾക്ക് വേണ്ടി മാത്രമല്ല പത്രം വായിക്കേണ്ടത്. ഓക്കെ, 2, അത് ഞാൻ കുറച്ചും പ്രൂവ് ചെയ്ത് തരാം. ഐ തിങ്ക് ഐ എം സ്പെൻഡിങ് ടു മച്ച് ടൈം റീഡിങ് ന്യൂസ് പേപ്പേഴ്സ്. സ്വാഭാവികമാണ്, വായിക്കാൻ അറിയാത്ത ആൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെല്ലാ വാർത്തകളും വായിക്കും. കോഴിയെ മോഷ്ടിച്ച വാർത്ത നമ്മൾ വായിക്കും, അല്ലെങ്കിൽ പാമ്പിൻ്റെ കടിയേറ്റ് മരിച്ച വാർത്ത നമ്മൾ വായിക്കും, തട്ടിക്കൊണ്ടുപോയ വാർത്ത നമ്മൾ വായിക്കും. നമ്മൾ ആവശ്യമുള്ളതും അനാവശ്യമുള്ളതും വായിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് റിലവൻ്റ് ആണ്. വി ആർ സ്പെൻഡിങ് ടു മച്ച് ടൈം. എങ്ങനെ ആ സമയം കുറയ്ക്കാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹൗ മച്ച് ടൈം ഷുഡ് ഐ സ്പെൻഡ് ഓൺ എ ഡെയിലി ബേസിസ്? ഞാൻ പറഞ്ഞിരുന്നു, ആസ്പിറൻസിനെ 2 തരംതിരിക്കാം. ഫുൾ ടൈം ആയിട്ട് പഠിക്കുന്നവരും അല്ല പാർട്ട് ടൈം ആയിട്ട് ജോലിയൊക്കെ ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കുന്നവരും. നിങ്ങളൊരു 8 മണിക്കൂർ പഠിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ 6 മണിക്കൂർ മുകളിൽ പഠിക്കുന്നവരാണെങ്കിൽ ഈസിലി നിങ്ങൾക്ക് 1 മണിക്കൂർ പത്രം വായിക്കാൻ വേണ്ടി മാറ്റിവെക്കാം. 8 മണിക്കൂറും അതിൽ കൂടുതൽ പഠിക്കുന്നവരാണെങ്കിൽ 2 മണിക്കൂർ മാറ്റിവെക്കാം. ഈ 2 മണിക്കൂറിൽ കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, റീഡിംഗ് സ്കില്ല് തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾ അക്വയർ ചെയ്യുന്നത് കേട്ടോ. തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾ അക്വയർ ചെയ്യുന്നത്. അപ്പോൾ എത്ര സമയം സ്പെൻഡ് ചെയ്യണം എന്ന് മനസ്സിലായല്ലോ?
ഹൗ ഡു ഐ ചൂസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്? ഈ പത്രത്തിൽ നിറയെ വാർത്തയാണല്ലോ. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തിരഞ്ഞെടുക്കുക? അതും പറഞ്ഞുതരാം. ഹൗ ഡു ഐ മേക്ക് റിവിഷൻ നോട്ട്സ് ഫ്രം ന്യൂസ് പേപ്പേഴ്സ്? NCERT ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. എങ്ങനെയാണ് ഞാൻ നോട്ട് ഉണ്ടാക്കേണ്ടത്? നോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? പത്രം വായിച്ചു വിട്ടാൽ മതിയോ? എങ്ങനെയാണ് നോട്ട് എഴുതേണ്ട? ആർട്ടിക്കിൾ അതുപോലെ പകർത്തി എഴുതണോ? ഞാൻ ടോപ്പിക്കുകളെ സെഗ്രിഗേറ്റ് ചെയ്യണോ? പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സും സെഗ്രിഗേറ്റ് ചെയ്യണോ? ഇതിൻ്റെയൊക്കെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് കൂടാതെ വേറെ ചോദ്യങ്ങൾ ഉണ്ടാകാം, അത് കമൻ്റായിട്ട് പറയുക. എന്നാൽ കഴിയുന്ന രീതിയിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു, കേട്ടോ. മാസ്റ്ററിങ് ന്യൂസ് പേപ്പർ റീഡിങ്. സോ ഞാൻ നിങ്ങൾക്ക് കണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് ലൈവിനും മറ്റും വരുമ്പോൾ അല്ലെങ്കിൽ നോട്ടുകൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്നത് പത്രങ്ങളാണെങ്കിൽ, ഇംഗ്ലീഷ് പത്രങ്ങളാണെങ്കിൽ ദ ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും. വേറെ ആരുടെയും ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല, ഈ രണ്ടെണ്ണമാണ് പിന്നെയും ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഇവരുടെ ഒരു അറേഞ്ച്മെന്റ്, ന്യൂസിന്റെ ഒരു ഓർഡറൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രമാണ്. മലയാളം പത്രങ്ങൾ വളരെ കുറവാണ് വായിക്കാറുള്ളത്. കാരണം നമുക്കറിയാം കിട്ടുന്ന കണ്ടന്റ് കുറവാണ്. നമ്മുടെ നാട്ടിലെ റീജിയനായിട്ടുള്ള ഇഷ്യൂസ് അല്ല കൂടുതലും ചോദിക്കുന്നത്. എന്നാലും ഇന്റർനാഷണൽ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു മലയാളം വാക്കുകളൊക്കെ അറിയാണ്ട് വായിക്കാറുണ്ട്. അതിൽ കൂടുതൽ വായിക്കാറുള്ളത് മാതൃഭൂമിയും മനോരമയാണ്. നിങ്ങൾക്ക് ഏത് പത്രം വേണമെങ്കിലും വായിക്കാം. നിങ്ങളുടെ വീട്ടുകാർ ഏ പാർട്ടിയെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ആ പാർട്ടിയുടെ പത്രം വീട്ടുണ്ടാവുള്ളൂ, അതും നിങ്ങൾക്ക് വായിക്കാം. പക്ഷെ മനസ്സിലാക്കണം, അതിനകത്ത് റിലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം, കേട്ടോ. ഓക്കെ, ഇത് കൂടാതെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നത് ആപ്ലിക്കേഷനും മറ്റും ഡൗൺലോഡ് ചെയ്ത് അപ്ഡേറ്റ് കിട്ടും. അതൊക്കെ എത്രത്തോളം നിങ്ങൾ നോക്കുന്നറിയില്ല. ഓൾ ഇന്ത്യ റേഡിയോയുടെ AIRന്റെ വെബ്സൈറ്റ് ഉണ്ട്, ന്യൂസ് ഓൺ എയർ എന്ന് പറഞ്ഞ്. നല്ല അടിപൊളി വാർത്തകൾ വരും, ഗവൺമെൻറ്റുകളുടെ അപ്ഡേറ്റുകൾ വരും, ഗവൺമെൻറ് പെർസ്പെക്റ്റീവിലുള്ള അപ്ഡേറ്റ്. ഓക്കെ, ഇതുപോലെ തന്നെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIBയിലെ വാർത്ത വരും, അല്ലെങ്കിൽ DD ന്യൂസിൻ്റെ വാർത്ത വരും. ഈ ലിങ്കുകളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കുക കേട്ടോ, ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി വാർത്തകളുണ്ട്. സ്പോട്ടിൽ അപ്ഡേറ്റ് ചെയ്ത് വരും. ഓക്കെ, സ്പോട്ടിൽ അപ്ഡേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സോഴ്സുകൾ. ഇതെല്ലാം നിങ്ങൾക്ക് നോക്കാനായിട്ട് സാധിക്കില്ല. ലിമിറ്റ് യുവർ സെൽഫ്, റിലവൻ്റ് ആയിട്ടുള്ള സോഴ്സുകളിലേക്ക് ലിമിറ്റ് ചെയ്യുക. അപ്പം നിലവിൽ ഞാൻ എടുത്തിട്ടുള്ളത്, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്തെ ഹിന്ദു പത്രമാണ്. എന്തുകൊണ്ട് ഹിന്ദു പത്രം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യത്തിന് മുന്നേ സ്ഥാപിക്കപ്പെട്ട പത്രം, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപകൻ, അതിൻ്റെ ഐഡിയോളജിയിലുള്ള അഭിനിവേശം, ഇതൊന്നുമല്ല. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് ഇതാണ്. പലപ്പോഴും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് എനിക്ക് അനാവശ്യമായിട്ട് തോന്നാറുണ്ടെങ്കിലും അവർ വാർത്തകളെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളൊരു രീതി, ആ വാർത്തകളിൽ പലതിലെയും റിലവൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ, ഇതൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുത്തിട്ട് ഇത് റെപ്ലിക്കേറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹിന്ദു പത്രത്തിലേക്ക് പോകുമ്പോൾ അതിനൊരു ഫ്രണ്ട് പേജ് ഉണ്ട്. ആ ഫ്രണ്ട് പേജിൽ വന്ന ഒരു വാർത്തയാണിത്. വാർത്ത വായിച്ചേ. ന്യൂ CPI സീരീസ് മാർക്സ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ അറ്റ് 2.75%. അപ്പം നമുക്ക് മനസ്സിലാക്കാം, ഇത് വന്ന് എക്കണോമിക്സിലെ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ടുള്ള ഇൻഫ്ലേഷന് കീഴിലാണ് നമ്മൾ ഇതിന് ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. എന്താണ് CPI? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. CPIയുടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള എന്തൊക്കെയാണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ആരാണിത് റിലീസ് ചെയ്യുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. MOSPI, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. ആരുടെ കീഴിലാണ് MOSPI ഇരിക്കുന്നത്? ആരാണ് അതിൻ്റെ മന്ത്രി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പറയുക. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ്റെ വാല്യൂ നിങ്ങൾ പഠിക്കേണ്ട, കാരണം അത് മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ 2.75 ആണ്. അടുത്തത്, ദ ന്യൂ സീരീസ് ഓഫ് ദ CPI വിച്ച് അപ്ഡേറ്റഡ് ദ ബേസ് ഇയർ ഫ്രം 2012. നമ്മൾ ഒരു ബേസ് ഇയർ വെച്ചിട്ട് ഈ വർഷത്തിന് വെച്ച് നോക്കുമ്പോൾ ഇത്ര എന്നല്ലേ പറയുന്നേ? ബേസ് ഇയർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അടുത്തത്, ചീഫ് എക്കണോമിക് അഡ്വൈസർ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പേരാണ് V. അനന്ത നാഗേശ്വരൻ. അടുത്തത്, ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് കവേർഡ് അണ്ടർ ദ ന്യൂ സീരീസ് ഹാസ് ഇൻക്രീസ്ഡ് ടു 358 ഫ്രം 299 ഇൻ ഓൾ ദ സീരീസ്. ഈ ചെറിയ വാർത്തയിൽ നിന്നും എത്രത്തോളം ചോദ്യങ്ങൾക്കുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായോ? നിങ്ങൾ ക്ലാസ്സിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ചോദിച്ച് മനസ്സിലാക്കും. ഹോൾസെയിലും റീറ്റെയിലുമായിട്ടുള്ള സാധനം. നീ ഇവിടെ ഹോൾസെയിലും ചെയ്യില്ല റീറ്റെയിലും ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എന്താണ് റീറ്റെയിൽ നോക്കുക. അതിന് ഇൻഫ്ലേഷനിലെ ഈ 358 ഐറ്റങ്ങളിൽ എന്തൊക്കെ സാധനങ്ങളാണുള്ളത്. അല്ലാതെ ഈ വാല്യൂസ് ഒന്നും നിങ്ങളിവിടെ കാണാതെ പഠിക്കാൻ നിൽക്കരുത്, കേട്ടോ. ഇത് നിങ്ങൾ നോക്കുക. പുതിയ ബേസ് ഇയർ വന്നു, ദ 2024 ബേസ് CPI. അതിൻ്റെ ബാസ്ക്കറ്റിൽ എന്തൊക്കെ സാധനങ്ങളുള്ളത് ഒന്ന് ബ്രീഫ്ലി നോക്കുക. അപ്പം നിങ്ങൾ ഹോൾസെയിലായിട്ടുള്ള സാധനം കൂടെ പതുക്കെ നോക്കും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണെന്നറിയോ? CPI വേഴ്സസ് WPI. ഓക്കെ, ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആരാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് കീപ്പ് ചെയ്യുന്നത്? RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി. ആരാണ് അതിൻ്റെ ഹെഡ് ചോദിച്ചിട്ടുണ്ട്?
ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എത്രയാണ്? 4+2- 6% ആകാം, 2% ആകാം, അതിനിടയിലാകാം. മിനിമവും മാക്സിമവും അതിനിടയിലാകാം. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ആസ് എ ബിഗിനർ നിങ്ങൾക്ക് അറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതൊന്ന് വായിക്കുക. ഇല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് ഇതിൽ എന്ത് ഡയമെൻഷനാണ് പഠിക്കേണ്ടതെന്ന് അറിയാമെങ്കിൽ ഒന്ന് സ്നിപ്പ് ചെയ്ത് നമ്മുടെ GK സിംപ്ലിഫൈഡ് ഗ്രൂപ്പിലിടുക, ടെലഗ്രാമിൽ. അവിടെ ഞാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് പറഞ്ഞു തരും അവിടെ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അടുത്ത പേജിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കാണും റീജിയൻ. പ്രാദേശിക വാർത്തകളാണ്. പ്രാദേശിക വാർത്തകൾ 90% കേസുകളിലും ഇർറിലവൻ്റ് ആണ്. ചില പ്രാദേശിക വാർത്തകൾ കാണാം. UDF will take steps to boost Kerala economy, says VD Sadishan, leader of opposition in Kerala. ഈ വാർത്തയിൽ നമുക്ക് ഒന്നും പറയാനില്ല. ഹൂ ഇസ് ദ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ കേരള എന്ന് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹം ഇലക്ഷൻ ജയിച്ച് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആയാൽ അദ്ദേഹത്തിന്റെ പേര് ചോദിക്കും. സ്ട്രൈക്ക് അസ്യൂംസ് ദ പ്രൊപ്പോർഷൻസ് ഓഫ് എ ബന്ദ്. ആ സ്ട്രൈക്കിന്റെ എഫക്റ്റ് കേരളത്തിൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത സ്ട്രൈക്കില്ലേ, ഈ സാധനം പറ്റി നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കില്ല. ഇന്ന ദിവസം ബന്ദ് നടത്തിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കില്ല. നമുക്കറിയാം ഓൾ ഇന്ത്യ ഹർത്താൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ മാത്രമേ ഈ ഒരു സംരംഭം നടക്കാറുള്ളൂ. എന്നാൽ റീജിയണൽ ന്യൂസ് എല്ലാം വേസ്റ്റ് ആണോ? അല്ല. റീജിയണൽ ന്യൂസ് ഞാൻ നോക്കിയപ്പോൾ ഞാനൊരു വാർത്ത കണ്ടു. എന്താണെന്നറിയോ? നിശാഗന്ധി പുരസ്കാരം ഫോർ മണിപ്പൂരി ഡാൻസർ. ഇവിടെ ഫോക്കസ് നിശാഗന്ധി പുരസ്കാരമല്ല, ആ മണിപ്പൂരി ഡാൻസറിന്റെ പേരാണ് ദർശന ജാവേരി. മണിപ്പൂരി ഡാൻസ് വിച്ച് ഈസ് എ ക്ലാസിക്കൽ ഡാൻസ്. പലതവണ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്തപ്പോൾ ഒരു ചോദ്യം കണ്ടു. ദർശന ജാവേരി, എ ഫേമസ് മണിപ്പൂരി ഡാൻസർ, വാസ് അവാർഡഡ് ദ പത്മശ്രീ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ്? സെയിം വ്യക്തിയാണ്. MTS 2024. ഒരുപാട് ദൂരമൊന്നും പുറകോട്ട് പോയിട്ടില്ല. ചോദിച്ച ചോദ്യമാണ്. ഉത്തരം എന്താണെന്നുള്ളത് നിങ്ങൾ പറയുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും 2001, 2, 2003, 2005 ഒരു 10-20 വർഷം പുറകോട്ടാണ് ഇവർക്ക് പത്മശ്രീ കിട്ടിയത്. അപ്പോൾ പത്മശ്രീയുടെ അടുത്തത് ഭൂഷണോ വിഭൂഷണോ ഇപ്പോൾ കിട്ടിയോ നിങ്ങൾ നോക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇവർ മരണപ്പെട്ടിട്ടില്ല. കാരണം ഈ അടുത്തല്ലേ ഇപ്പോൾ ഇവർക്ക് അവാർഡ് കൊടുത്തു. അപ്പോൾ ആ കാര്യം നിങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ, ആ കാര്യം നിങ്ങൾ നോക്കുക. അപ്പോൾ റീജിയണലിലും ഇങ്ങനത്തെ വാർത്തകൾ കാണാം. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ഈ തന്നിട്ടുള്ള ചോദ്യം. അപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് അവാർഡിലല്ല, ആ വ്യക്തിയിലാണ്. ഇതേ റീജിയണിൽ വന്ന മറ്റൊരു വാർത്തയാണ് സുപ്രീം കോർട്ട് കൊളീജിയം ക്ലിയേഴ്സ് നെയിംസ് ഫോർ പെർമനന്റ് ജഡ്ജസ് ഇൻ ഹൈക്കോർട്ട്. കേരള ഹൈക്കോടതിയും വാർത്തയിൽ വന്നുകൊണ്ടാണ് അത് കേരളത്തിനകത്തുള്ള റീജിയണൽ പത്രത്തിൽ വന്നത്. ഈ കൊളീജിയം സിസ്റ്റം എത്രയോ തവണ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കൊളീജിയം സിസ്റ്റം, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും കൊളീജിയം സിസ്റ്റം ഉണ്ട്. 1+4ഉം 1+2ഉം. ഹൂ ഹെഡ്സ് ദ കൊളീജിയം? എന്താണ് കൊളീജിയത്തിന്റെ പ്രത്യേകത? 99 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട്, NJAC, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ, ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്, ജുഡീഷ്യൽ സോവറിറ്റി എന്നൊക്കെയുള്ള സാധനങ്ങൾ അല്ലേ, സെപ്പറേഷൻ ഓഫ് പവർ. ഇതുപോലെ വന്ന ഒരു, നമുക്ക് ഈ മലയാളിയുടെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും, രവി പിള്ള. മൂപ്പര് പറഞ്ഞെന്താണെന്നറിയോ? ദ ല്യൂർ ഓഫ് ദ പേർഷ്യൻ ഗൾഫ് ഈസ് ഫാർ ഫ്രം ഓവർ. പേർഷ്യൻ ഗൾഫ് ഇന്നും റിലവൻ്റ് ആണ്. പേർഷ്യ, പഴയ പേർഷ്യ, ഇന്നത്തെ ഇറാൻ. ആ പേർഷ്യൻ ഗൾഫ്, അതിന് താഴെയുള്ള കടലിടുക്കുകൾ, ദ സ്റ്റേറ്റ് ഓഫ് ബാബൽ മാണ്ടബൊക്കെ എത്രയോ തവണ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫ് ഇന്നും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി തരുന്നു. നമുക്കറിയാം SSC RRB പരീക്ഷകളിലേക്ക് വരുമ്പോൾ വേൾഡ് ഹിസ്റ്ററി നമ്മുടെ ഭാഗമല്ല. PSC പരീക്ഷകൾക്ക് പലതും വേൾഡ് ഹിസ്റ്ററി ഭാഗമാണ്. വേൾഡ് ജോഗ്രഫി ഇതിൻ്റെ എല്ലാം ഭാഗമാണ്. പേർഷ്യൻ ഗൾഫ് എവിടെയാണ് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇപ്പുറം ഇറാഖ്, ഇപ്പുറം അറേബ്യൻ പെനിൻസുല, ഒരു ഗ്യാപ്പിൽ പേർഷ്യൻ ഗൾഫ് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? അറ്റ്ലസ് വേണം. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്, നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്ന ഒരു കാര്യമാണ്. ഈ സാധനം വായിക്കുമ്പോൾ അറ്റ്ലസ് തുറക്കുക, ട്രൈ ടു ലൊക്കേറ്റ് പേർഷ്യൻ ഗൾഫ്. കേട്ടോ, ഇതൊരു ജോഗ്രഫിയാണ്, ഇതൊരു ഇന്ത്യൻ പോളിറ്റി ചോദ്യമാണ്. ഇതൊരു ക്ലാസിക്കൽ ഡാൻസ്, സ്റ്റാറ്റിക് പോർഷനാണ്, ക്ലാസിക്കൽ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് ഇറിലവൻ്റ് ആണ്. അപ്പോൾ റീജിയണൽ ന്യൂസിലും കണ്ണൊന്ന് ഓടിക്കുക, റിലവൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്തതാണ് ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ. ഈ എഡിറ്റോറിയൽ അടിപൊളിയാണ്. ഈ എഡിറ്റോറിയൽ വന്ദേ മാതരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വന്ദേ മാതരത്തിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. വന്ദേ മാതരം ഇപ്പോൾ വാർത്തയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നാഷണൽ ആന്തം വേഴ്സസ് നാഷണൽ സോങ് എന്നുള്ളത്. പണ്ടേ കോൺസ്റ്റന്റ് അസംബ്ലി ഒരു ഡിബേറ്റ് വന്നതാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരമാണോ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജനഗണമനയാണോ? ഏതിനാണ് പ്രാധാന്യം? രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. പക്ഷെ നമ്മൾ കൂടുതലും പറയാറുള്ളത് നാഷണൽ ആന്തമായിരുന്നു. ഇനി മുതൽ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ വന്ദേ മാതരത്തിന് പതുക്കെ ഒരു പ്രാധാന്യം കൂടുതൽ വന്ന് തുടങ്ങാം. അല്ലെങ്കിൽ രണ്ടിനും തുല്യ പ്രാധാന്യം വരാം. രണ്ടും ഒരേ ദിവസമാണ് അഡോപ്റ്റ് ചെയ്തത്. ഏത് ദിവസമാണെന്ന് അറിയാവുന്നവർ പറയുക. കോൺസ്റ്റന്റ് അസംബ്ലി നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും അഡോപ്റ്റ് ചെയ്ത ദിവസം. ഇതിലൊരു കേസ് പറയുന്നുണ്ട് 1986. ഇതിലൊരുപാട് കഥകൾ പറയുന്നുണ്ട്, ഒരുപാട് കഥകൾ. അത് ഹിസ്റ്ററി, പോളിറ്റി കോണ്ടെക്സ്റ്റിൽ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇത് നമ്മുടെ കോംപ്രിഹെൻഷൻ റീഡിങ് സ്കില്ല് കൂട്ടും. SSC CGL വല്ലാത്തൊരു മാറ്റമായിരുന്നു നമുക്ക് ഇംഗ്ലീഷിൽ കാണാൻ സാധിച്ചത്. ഇംഗ്ലീഷ് ഇപ്രാവശ്യത്തെ ടയർ 2 പലർക്കും വില്ലനായതും ഇംഗ്ലീഷാണ്. പറയുമ്പോൾ വിഷമം തോന്നാം, പക്ഷെ പലർക്കും വില്ലനായത് ഇംഗ്ലീഷാണ്. നെഗറ്റീവ് അടിക്കാത്തവർ നെഗറ്റീവ് അടിക്കുന്നു. പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടുണ്ട് 4 നെഗറ്റീവ്, 10 നെഗറ്റീവ്. അപ്പോൾ 30 പിന്നെ ഏകദേശം 10 എത്രയോ ഒരു 10, 35, 40 മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? CGL ടയർ 2 മാർക്കാണ് പറയുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന MTS പരീക്ഷ GK ഒക്കെ ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു, പക്ഷേ കറണ്ട് അഫയേഴ്സിന് അധികം ചോദ്യം വന്നിട്ടില്ല. പക്ഷേ ഇംഗ്ലീഷ് നമ്മുടെ കയ്യിൽ അങ്ങനെ നിൽക്കുന്നില്ല. ഇംഗ്ലീഷ് നിങ്ങളുടെ കയ്യിൽ കിട്ടാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ടൈം മാനേജ്മെൻറ്റ് സ്കില്ലില്ലാത്തതാണ്. കാരണം എന്താ? നിങ്ങൾ കോംപ്രിഹെൻഷൻ വായിച്ചിട്ടില്ല നീ. അപ്പോൾ ഈ എഡിറ്റോറിയലെ കോംപ്രിഹെൻഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം. ഇനീഷ്യലി ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. ഞാൻ പറഞ്ഞ പോലെ വായിച്ച് മനസ്സിലാക്കാൻ, ഇവിടെ വായിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ളത് മറന്നു പോകും. അതങ്ങനെയാണെന്നേ. അല്ലാണ്ട് ഒറ്റയടിക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക? ഒറ്റയടിക്ക് കിട്ടില്ല, അത് ഉറപ്പാണ്. ഇത് എഴുതാനായിട്ട് ഈ ചേട്ടൻ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും? ക്ലിയർ ആണോ? പിന്നെ എഡിറ്റോറിയൽ സെലക്റ്റീവായിട്ട് വായിക്കണം. ഇത് ഞാൻ വായിച്ചപ്പോൾ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ചില ടീമുകളുണ്ട്, അവർക്ക് അവരുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവുക എന്നുള്ളതല്ല, അവരുടെ അറിവ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചോറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചോറിൻ്റെ ചരിത്രം പറയും, ഉണ്ടോ ഇല്ലയോ എന്ന് പറയില്ല. അങ്ങനെയുള്ള ടീമിൻ്റെ എഡിറ്റോറിയൽ വായിക്കാതിരിക്കുക. അത് നമ്മുടെ കോൺഫിഡൻസ് വല്ലാതെ അങ്ങ് തകർക്കും. അങ്ങനെ എഴുതുന്ന 1-2 പേര് എനിക്കറിയാം, അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഇവരെന്തെങ്കിലും ഇത് കണ്ടാൽ അവർക്ക് വിഷമമായാലോ. എഡിറ്റോറിയൽ അപ്പുറം ഒപ്പീനിയൻ എന്ന് പറയുന്ന പേജുണ്ട്. ഫ്രം സോഷ്യോളജി ടു ജേർണലിസം എ ലെസൺ. ഈ പ്രൊണൗൺസിയേഷൻ എനിക്ക് അറിയുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് തെറ്റിക്കുന്നില്ല. ഇത് GK പെർസ്പെക്റ്റീവിൽ ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ്. പക്ഷെ കോംപ്രിഹെൻഷൻ വായിക്കുക, പുതിയ വാക്കുകൾ കിട്ടുക. അപ്പോൾ ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് നമ്മുടെ ഗുണം? ഇംഗ്ലീഷിൽ നമ്മുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോംപ്രിഹെൻഷൻ വായിക്കുന്നു. കോംപ്രിഹെൻഷൻ വൃത്തിക്ക് വായിക്കുമ്പോൾ നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് ഇമ്പ്രൂവ് ആകുന്നു. ടൈം മാനേജ്മെൻറ്റ് സ്കിൽ ഇമ്പ്രൂവ് ആകുന്നു മാത്രമല്ല, നമ്മുടെ വൊക്കാബ് ബിൽഡാകുന്നു. ഒരുപാട് വാക്കുകൾ, അതിൻ്റെ സിനോണിം ആന്റണിംസ്, അതുപോലെ ഇഡിയംസിനുള്ള സ്കോപ്പൊക്കെ ഒരുപാട് കാണാനുണ്ട്. ഈ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഒക്കെ ഞാൻ അപ്പോഴാണ് കേൾക്കുന്നത്. ഓപ്പണിങ് എ പാൻഡോറാസ് ബോക്സ്, പിന്നെ ദാറ്റ് ഈസ് ഗ്രീക്ക് ടു മീ. ഈ സാധനമൊക്കെ ഞാൻ ഇതിൽ കൂടെയാണ് കേൾക്കുന്നത്. ഇതെന്താണ് സാധനം എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു സീനിയർ പ്ലീസ് ഡോണ്ട് ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്നോ മറ്റോ പറഞ്ഞ് എന്നെ ചീത്ത വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വെച്ച് എന്തോന്ന് ബുഷ്. എനിക്ക് ആകെ അറിയാവുന്നത് ജോർജ് W. ബുഷിനെയാണ്. അപ്പോൾ പിന്നെന്താണ് ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് സെൻറ്റർ എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ ആളിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഷാജേട്ടാ ഒന്നും മനസ്സിലായില്ല, അതുപോലെ നിന്നാൽ മതി എന്ന് പറയില്ലേ, അതുപോലെ ഞാൻ നിന്നിട്ടുണ്ട്. ഇതൊക്കെ പത്രങ്ങളിലൂടെ നമുക്ക് കിട്ടും. പത്രങ്ങളിലൂടെ മാത്രം കിട്ടുന്നില്ല. അപ്പോൾ പത്രം വായിക്കുന്നതിൻ്റെ ഗുണം കൂടിയായിട്ടാണ് ഞാൻ പറയുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ന്യൂസ് എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട്. ആ പോർഷനിൽ സൈമൾട്ടേനിയസ് പോൾസ് ഡു നോട്ട് വയലേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ബേസിക് സ്ട്രക്ചർ. ജസ്റ്റിസ് ഗവായ്. ആരാണ് ജസ്റ്റിസ് ഗവായ്? ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. ഇദ്ദേഹം ഇത് പറയുന്നത് ഒരു കോണ്ടെക്സ്റ്റിലാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ 129th അമെൻമെന്റ് ബിൽ, 129th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ, CAB. തെറ്റരുത്, CAA അല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് അല്ല, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് അല്ല കേട്ടോ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ്. നിലവിൽ ഇന്ത്യൻ ഭരണഘടന 106 തവണ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുഹൃത്തെ, എല്ലാ ബില്ലുകളും ആക്ട് ആകുന്നില്ല എന്ന് നമുക്കറിയാം. 129 ബില്ല് വന്നു, അതിൽ 106 ആക്ട് ആയിട്ടുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ ഇത് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. മൂപ്പരുടെ ഒപ്പീനിയൻ ഒന്നും നമുക്ക് വേണ്ട. കാരണം എന്താണെന്നറിയോ? നമ്മൾ UPSC പരീക്ഷയല്ല എഴുതുന്നത്. നമ്മൾ UPSC പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രിലിംസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് പരീക്ഷ പാസ്സായാൽ നമുക്കൊരു മെയിൻസ് ഉണ്ട്. ഈ മെയിൻസ് എന്ന് പറയുന്നത് റിട്ടേൺ ആണ്. ഈ മെയിൻസിൽ 8 മിനിറ്റിൽ നല്ല അടിപൊളി പോയിന്റുകൾ ചിന്തിച്ചെടുത്ത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന നല്ലൊരു ഇൻട്രൊഡക്ഷനും ഒരു ബോഡിയും ഒരു കൺക്ലൂഷൻ, ഒരു പോസിറ്റീവ് എൻഡിങ് നമ്മുടെ ഉത്തരങ്ങൾക്ക് വേണം. നമുക്ക് എസ്സേസ് എഴുതാനായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പല വ്യക്തികളുടെ കാഴ്ചപ്പാടുകൾ ആവശ്യമാണ്. ഇപ്പോൾ ഒരു വാർത്തയെ ഈ ഒരു സൈമൾട്ടേനിയസ് പോൾസിനെ BJP അപ്രോച്ച് ചെയ്യുന്ന രീതിയിലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ അപ്രോച്ച് ചെയ്യുന്നത്. പല പാർട്ടികൾക്കും പല പാർട്ടി ബുദ്ധിജീവികൾക്കും പല അപ്രോച്ചാണ്. ആ അപ്രോച്ച് പലതാണ്. ആ അപ്രോച്ചുകൾ നമ്മൾ നോക്കുക. ഇതിൽ പരീക്ഷയ്ക്ക് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം എന്താണോ അത് നമുക്ക് എടുക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ കേസിൽ ഈ വ്യക്തിയുടെ ഒപ്പീനിയൻ നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ശ്രീ രാഹുൽ ഗാന്ധി. ആരാ രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ പ്രാധാന്യം അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിനാണ്. എന്താണ്? ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ലോക്സഭ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 2019-24 കാലഘട്ടത്തിൽ നമുക്ക് ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്?
ലീഡർ ഓഫ് ഒപ്പോസിഷൻ വേണമെങ്കിൽ ഒരു പാർട്ടിക്ക് ലോക്സഭയിൽ ഇത്ര മിനിമം നമ്പർ ഓഫ് സീറ്റ്സ് വേണം. അന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രധാന പ്രതിപക്ഷ പാർട്ടിക്ക് അത്രയും സീറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ചില കേസിലൊക്കെ ലീഡർ ഓഫ് ദ ലാർജസ്റ്റ് പാർട്ടി ഇൻ ഒപ്പോസിഷൻ എന്ന് നിങ്ങൾ വായിക്കാറ്, പ്രതിപക്ഷത്തിരിക്കുന്നതിൽ ഏറ്റവും വലിയ പാർട്ടി. ഇന്നത്തെ കേസിൽ അങ്ങനെയല്ല, ആ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് ലോക്സഭയിൽ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, എത്ര സീറ്റാണ് ലോക്സഭയിൽ വേണ്ടത്? എന്തിനു വേണ്ടി? പ്രതിപക്ഷത്ത് ഇരിക്കാൻ. സോ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നു, ഗവൺമെന്റ് ക്യാൻ ഫയൽ FIR ഓർ മൂവ് എ പ്രിവിലേജ് മോഷൻ. ഐ വിൽ സ്റ്റാൻഡ് വിത്ത് ദ ഫാമേഴ്സ്. നമ്മുടെ US ട്രേഡ് ഡീൽ വന്നപ്പോൾ അതിൽ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്നും അത്ര ക്ലിയർ അല്ലാത്ത ചില പ്രൊവിഷൻസ് ഉണ്ട്. അത് ഇന്ത്യൻ കർഷകരെ ബാധിക്കുമെന്നും ബാധിക്കില്ല എന്നും വശങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു അത് ഇന്ത്യൻ കർഷകരെ ബാധിക്കും, ഇന്ന കാരണങ്ങൾ കൊണ്ട് ബാധിക്കും. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എനിക്കെതിരെ FIR കൊടുത്തോളൂ, അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് മോഷൻ മൂവ് ചെയ്തോളൂ. പ്രിവിലേജ് മോഷൻ വിച്ച് ഇസ് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 105 പ്രിവിലേജിനെ പറ്റി പറയുന്നുണ്ട്, പാർലമെന്ററി പ്രിവിലേജിനെ പറ്റി പറയുന്നുണ്ട്. ഈ പാർലമെന്ററി പ്രിവിലേജുകളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് പ്രിവിലേജ് മോഷൻ. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല. നമ്മൾ മോഷൻസ് പലതരം പ്രമേയങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിശ്വാസ പ്രമേയം, നോ കോൺഫിഡൻസ് മോഷൻ, സെൻസർ മോഷൻ, പ്രിവിലേജ് മോഷൻ എന്നൊക്കെ പറഞ്ഞ് റൊമ്പ ഇരിക്ക് നിറയെ ഇരിക്ക്. അതിൽ ഇതെന്താണെന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇതെന്താണ്? ഇത് പൊളിറ്റിയിൽ നിന്നുമുള്ളൊരു വാർത്തയാണ്. ബിസിനസ്സിലേക്ക് നമുക്ക് പോകാം. ബിസിനസ് പേജിലാണ് നമുക്ക് എക്കണോമി റിലേറ്റഡ് വാർത്ത കാണുന്നത്. നമ്മൾ ആദ്യം കണ്ടില്ലേ, ഫ്രണ്ട് പേജിൽ കണ്ട വാർത്തയല്ലേ, CPI, അതൊരു എക്കണോമി റിലേറ്റഡ് എക്കണോമിക്സിലെ വാർത്തയാണ്. സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അതിൻ്റെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിക്കാം. ഇപ്പോൾ തുഹിൻ കാന്ത പാണ്ഡെയാണ്. അപ്പോയിൻമെന്റ്സ് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാവുന്ന സാധനമാണ്. എക്കണോമിക്സ് പെർസ്പെക്റ്റീവിൽ സെബിയെ പറ്റി ചോദിക്കാം. പൊളിറ്റി പെർസ്പെക്റ്റീവിൽ സെബി എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡിയെ പറ്റി ചോദിക്കാം. ഏത് നിയമത്തിന് കീഴിലാണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ബേസിക് ഫംഗ്ഷൻ എന്താണെന്ന് ഓർക്കുക. ഇന്ത്യയിലെ സെക്യൂരിറ്റി മാർക്കറ്റുകളെ പറ്റി നമ്മളോട് ചോദിച്ചിട്ടില്ലേ? എന്താണ് സുഹൃത്തെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? എന്താണ് സുഹൃത്തെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? കുറച്ചു കാലം മുന്നേ നമ്മളൊരു വാർത്ത വായിച്ചിരുന്നു. ഫിസിക്സ് വാല എന്ന് പറയുന്ന കമ്പനി IPOക്ക് പോയി. വാട്ട് ഈസ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്? അതിൻ്റെ ഫുൾ ഫോം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ചോദ്യം. എന്താണ് IPO എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, കേട്ടോ? അപ്പോൾ റിലവൻ്റ് ആണ്. RBI spells out norms to keep loan recovery agents on leash. ലോൺ റിക്കവറി ഏജൻസും അവരുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. RBI, കേന്ദ്ര ബാങ്ക്, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്, ഇവർക്ക് അവസാന നിമിഷം ലോൺ കൊടുക്കുന്നത്, ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ നിയന്ത്രിക്കുന്നത്, മണി സപ്ലൈ നിയന്ത്രിക്കുന്നത് RBI. ഈ RBIനെ പറ്റി ഒരു സിമ്പിൾ ചോദ്യം. RBIയുടെ ആദ്യ ഗവർണർ ആരാണ്? അറിയാവുന്നവർ പറയുക. RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? അറിയാവുന്നവർ പറയുക. ഈ RBIയെ പറ്റി അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഇല്ലെങ്കിൽ RBIയുടെ ഫംഗ്ഷൻസിനെ പറ്റി ചോദിക്കാം. അപ്പോൾ അത് എക്കണോമിക്സിലേക്ക് പോകണം. RBIയുടെ പ്രധാനപ്പെട്ട 4-5 ഫംഗ്ഷൻസ് എക്കണോമിക്സ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് RBIയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് അറിയാമോ? അപ്പോൾ ഇതൊക്കെ എക്കണോമിക്സ് പെർസ്പെക്റ്റീവിലാണ്. അല്ലെങ്കിൽ ഹിസ്റ്ററി, ചരിത്രപരമായിട്ട് നമ്മളോട് ചോദിക്കാം. 935 ആക്ടും 934 RBI ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ വരാം. ഇവരുടെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ഉണ്ടോ എന്നുള്ളത്. മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്ന സാധനം, ഇഫ് ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, അതിനേക്ക് ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ വരുന്നുണ്ട്. ക്ലിയർ ആണോ? അടുത്തത് ഗ്രോത്ത് വിത്തൗട്ട് ഇൻഫ്ലേഷൻ. സാൻസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ ആൻ അച്ചീവ്മെന്റ്. നമ്മുടെ എക്കണോമി വളരുന്നു, ഗ്രോത്ത് കാണുന്നുണ്ട്, ഇൻഫ്ലേഷൻ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചു. സ്വാഭാവികമായിട്ടും ഭരണ പാർട്ടിയിലേക്ക് നാളായിരിക്കും പറയുന്നത്. ഇപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്റർ, ഈ അടുത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ച ശ്രീമതി നിർമ്മല സീതാരാമൻ ആണത് പറയുന്നത്. ക്ലിയർ ആണോ? എന്താ ഇൻഫ്ലേഷൻ ടാർഗറ്റ്? 4+4 - 2. എന്താണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഗ്രോത്ത്? ഈ സാധനമൊക്കെ നമ്മളോട് ചോദിച്ചൂടെ? IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ റിപ്പോർട്ട് പ്രകാരം വാട്ട് ഈസ് ദ എക്സ്പെക്ടഡ് ഗ്രോത്ത് ഓഫ് ഇന്ത്യ ഇൻ ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ? ഇതൊക്കെ നമ്മളോട് ചോദിക്കുന്ന സാധനമല്ലേ? അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ പത്രത്തിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത്? അടുത്തതാണ് വേൾഡ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വേൾഡ് ജോഗ്രഫിക്ക് നമുക്ക് കിട്ടുന്ന സാധനമാണ്. കൗണ്ടിങ് ബിഗിൻസ് ആഫ്റ്റർ ബംഗ്ലാദേശ് വോട്ട്സ് ഇൻ ദ ഫസ്റ്റ് പോസ്റ്റ് ഹസീന ഇലക്ഷൻ. ഹസീനയെ പറ്റി നമുക്കറിയാം, ഷെയ്ഖ് ഹസീനയെ പറ്റി നമുക്കറിയാം. ഒരു പ്രോ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അവാമി ലീഗ് എന്ന് പറയുന്ന അവരുടെ പാർട്ടി, അവർ ഇന്ന് ബംഗ്ലാദേശിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിൽ അസൈലം തേടിയിരിക്കുകയാണ്. അവരുടെ പാർട്ടിയെ ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ സമ്മതിച്ചില്ല. നമ്മുടെ നെയ്ബർഹുഡാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ ബൗണ്ടറി പങ്കിടുന്നത് ആരാണെന്ന് ചോദിക്കാം. ബംഗ്ലാദേശാണ്. എത്ര കിലോമീറ്റർ ആണെന്ന് അറിയാവുന്നത് പറയുക. അത് ജോഗ്രഫിയാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ടാണ് പങ്കിടുന്നത് അറിയാവുന്നത് പറയുക. അത് ജോഗ്രഫിയാണ്. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ കെയർ ടേക്കർ ഗവൺമെന്റിന്റെ ഹെഡ് ആരാണെന്ന് ചോദിക്കാം. ചീഫ് അഡ്വൈസർ, ഒരു നൊബേൽ ലോറേറ്റ് ആണ്. അത് ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ അവരുടെ അഡ്മിനിസ്ട്രേഷൻ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. അല്ല, ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാറിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. സോ എങ്ങനെ വേണമെങ്കിലും ചോദ്യം വരാൻ മനസ്സിലാക്കുക. ഏതൊരു പരീക്ഷയ്ക്കും SSC ആകട്ടെ, RRB ആകട്ടെ, UPSC ആകട്ടെ, നിങ്ങളുടെ സിലബസിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ത്യാസ് നെയ്ബർഹുഡ്. നമ്മുടെ അയൽക്കാരിൽ നിലവിൽ ഏറ്റവും വോളട്ടൈലായി നിൽക്കുന്ന ഒരു അയൽക്കാരനാണ് ബംഗ്ലാദേശ്. അടുത്തത്
ട്രംപേട്ടൻ പറയുന്നതാണ്. ട്രംപേട്ടൻ ഈ എപ്സ്റ്റീൻ ഫയലൊക്കെ വന്നപ്പോൾ ഒന്ന് ഒതുങ്ങിയതാണ്, വീണ്ടും പറഞ്ഞു തുടങ്ങി. വിൽ പോസിറ്റീവ് ടോക്സ് വിത്ത് ഇറാൻ ടു സീ ഇഫ് ഡീൽ ഈസ് പോസിബിൾ. ഇറാൻ എന്ത് ഡീലാ? ന്യൂക്ലിയർ ഡീൽ. പണ്ടൊരു സമയത്ത് ഉണ്ടായിരുന്നതാണ്, ട്രംപ് തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് പോയതാണ് കേട്ടോ. ട്രംപ് തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് പോയതാണ്. ഇറാൻ പറഞ്ഞു ഞങ്ങൾ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് നടത്തും, ഞങ്ങളുടെ അവകാശമാണത്, ഞങ്ങളുടെ ന്യൂക്ലിയർ വെപ്പൺ ഞങ്ങൾ നടത്തും എൻറിച്ച്മെൻറ്റ്. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ്? അതായത് ഈ പറയുന്ന യുറേനിയം എന്ന് പറയുന്ന സാധനത്തിന് തന്നെ ഐസോട്ടോപ്പുകൾ എന്താണെന്നറിയാമോ? അതിൽ എന്തിൻ്റെ എമൗണ്ടാണ് നമ്മൾ കൂട്ടുന്നത്? നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. വെപ്പൺ ഗ്രേഡ് യുറേനിയം എന്ന് പറയുമ്പോൾ അത് എത്ര പെർസെൻറ്റേജ് വരണം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സയൻസ് സൈഡ് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇറാൻ്റെ റൂളേഴ്സ്, ഇപ്പോഴത്തെ ഇറാൻ്റെ ജോഗ്രഫി, യു എസ് എയുടെ ബൗണ്ടറീസ്, അങ്ങനെയുള്ളൊരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. ഫൈനലി സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ നിലവിൽ ആ പേജ് നിറച്ചുള്ളത് എന്താണ്? ICC T20 ആണ്. അല്ലെങ്കിൽ അതിൽ ടേബിൾ ടെന്നീസോ ഏഷ്യൻ ഗെയിംസോ ഒളിമ്പിക്സോ ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും പേജുകളിൽ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു 20-24 വാർത്തകൾ എനിക്ക് കാണാൻ സാധിച്ചു, വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഒറ്റയ്ക്ക് വായിക്കുക? സുഹൃത്തെ, ഇത് ഒറ്റയ്ക്ക് വായിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് അലോട്ട് ടോപ്പിക്സ് എമംഗ് ദ പിയർ ഗ്രൂപ്പ്. വെൻ ഇറ്റ് കംസ് ടു ജനറൽ നോളേജ്, ഒറ്റയ്ക്ക് നേടിയെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് വടിവെട്ടി വന്നവനാണെന്നൊക്കെ പറയാൻ പറ്റും, പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസാണ്. ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസിൽ നിങ്ങളുടെ ഒരു 4-5 പേരടങ്ങുന്ന പിയർ ഗ്രൂപ്പ്, അത് 30-40 പേരാവരുത്. അത് അവസാനം ആൾ കൂടുമ്പോൾ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. കുറച്ച് പേര് പണിയെടുക്കും, ബാക്കിയുള്ളവർ ചുമ്മായിരിക്കും. 4-5 പേരുള്ള പിയർ ഗ്രൂപ്പിലേക്ക് ഡിവൈഡ് ചെയ്യുക. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് പത്രം എടുത്തിട്ടുണ്ടല്ലോ, ആ പത്രത്തിൻ്റെ പേജ് കീറിയിട്ട് ഇവർക്ക് കൊടുക്കും. ആദ്യത്തെ 2 പേജ്, പിന്നത്തെ 2 പേജ്, പിന്നത്തെ 2 പേജ്. വൈകിട്ട് ചായൻ്റെ പുറത്തൊരു ഡിസ്കഷൻ ഉണ്ട്. എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു സാറിനായിരുന്നു, ശങ്കർ സാർ എന്നാണ് പേര്. ശങ്കർ സാർ ഇപ്പോൾ ഇല്ല. ശങ്കർ സാർ പറയുമായിരുന്നു, നിങ്ങൾ 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ് അതിനെപ്പറ്റി ചിന്തിക്കുകയോ സംസാരിക്കുകയോ വേണം, ഡിസ്കഷൻസ് നടത്തണം. ഈ വൈകിട്ടത്തെ ഡിസ്കഷൻസ് ഞങ്ങൾക്ക് വളരെ പ്രൊഡക്റ്റീവായിരുന്നു. പല ഡയമെൻഷൻസ് കിട്ടാൻ നല്ല രസമായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ സെൻസിറ്റീവായ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ വെൻ ഇറ്റ് കംസ് ടു റിലീജിയൻ, വെൻ ഇറ്റ് കംസ് ടു പൊളിറ്റിക്സ്, ചെറിയ ആർഗ്യുമെൻറ്റ്, അതും ഹെൽത്തി ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് വരും എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ കൂട്ടുകാരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ ഇങ്ങനെ മനസ്സിലേക്ക് തേടിയവരാണ്. പലരുമായിട്ട് ഇന്ന് കോൺടാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ പിയർ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തുള്ളവരല്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പല സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മീറ്റ് വെച്ച് വന്നേ, നിങ്ങൾ സൂം വെച്ച് വന്നേ, ഫ്രീ ആയിട്ട് അവൈലബിൾ അല്ലേ. അല്ലെങ്കിൽ ഫോൺ കോളിൽ, കോൺഫറൻസ് കോളിലിരുന്നോ. രാവിലെ നിങ്ങൾ എല്ലാവർക്കും കൂടെ കളക്റ്റീവായിട്ട് പേപ്പർ ഡൗൺലോഡ് ചെയ്യാം. ഫ്രീ ആയിട്ട് പേപ്പർ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല, കാരണം അത് ലീഗലായിട്ടുള്ള കാര്യമല്ല. അതിൽ നിങ്ങൾ ആദ്യത്തെ 5 പേജ് ഞാൻ 5 പേജ് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് കൊടുക്കുക. NCERT വായിക്കുമ്പോൾ നിങ്ങൾ ഇത് തന്നെ ചെയ്യുക. നിങ്ങൾ ഓരോ ഏരിയ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റാറ്റിക് GKയിൽ ഫോക്ക് ഡാൻസസ് ഉണ്ടാക്കണോ? ഫോക്ക് ഡാൻസസ് ഈ 5 സംസ്ഥാനങ്ങളിൽ ഞാൻ ആ 5 നിങ്ങൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് പിയർ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ കൊടുക്കുക. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈ പ്രൊക്രാസ്റ്റിനേഷൻ അവസാനിപ്പിക്കാൻ സാധിക്കുക? ഞാൻ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? 1, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവറി ന്യൂസ് പേപ്പർ ഈസ് പൊളിറ്റിക്കലി ബയാസ്ഡ്. ഓക്കെ. ജന്മഭൂമിയാകട്ടെ, അല്ലെങ്കിൽ ദേശാഭിമാനിയാകട്ടെ, അല്ലെങ്കിൽ വീക്ഷണമാകട്ടെ, മനോരമയാകട്ടെ, മാതൃഭൂമിയാകട്ടെ, ഹിന്ദു ആകട്ടെ, ഇന്ത്യൻ എക്സ്പ്രസ് ആകട്ടെ, ടൈംസ് ഓഫ് ഇന്ത്യ ആകട്ടെ, ഓരോ എഴുത്തുകാരനും ഓരോ പത്രത്തിനും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് ആ രാഷ്ട്രീയം അതുപോലെ നിങ്ങളുടെ തലച്ചോറിലേക്ക് കയറ്റാതെ, ഇപ്പോൾ രാഹുൽ ഗാന്ധി എഴുതി കഴിഞ്ഞാൽ അത് പ്രോ കോൺഗ്രസ് ആയിരിക്കും, നരേന്ദ്രമോദി എഴുതി കഴിഞ്ഞാൽ അത് പ്രോ BJP ആയിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് അതിനകത്തുള്ള പോയിന്റ് മാത്രം എടുക്കുക. ഒരു മഹാൻ പറഞ്ഞതുപോലെ യാര് സുന്നാന സജി, അതിൽ പോയിന്റ് എടുത്തേക്കണം പറഞ്ഞില്ലേ, അതുപോലെ പോയിന്റ് മാത്രം എടുക്കുക, രാഷ്ട്രീയം അവിടെ വയ്ക്കുക. ഓക്കെ. പത്രം വായിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. സെഗ്രിഗേറ്റ് ദ ടോപ്പിക്സ് അക്കോർഡിംഗ് ടു യുവർ സിലബസ്. എങ്ങനെയാണ്? ഞാനിപ്പോൾ പറഞ്ഞില്ലേ, പൊളിറ്റിക്കകത്തുള്ള ഇന്നത്തെ ടോപ്പിക്കുകൾ, എക്കണോമിക്സിനകത്തുള്ള ഇന്നത്തെ ടോപ്പിക്കുകൾ, ജിയോഗ്രഫി, ഹിസ്റ്ററിയൊക്കെ ആക്ച്വലി കുറവായിരിക്കും കേട്ടോ. സ്റ്റാറ്റിക് GK, എൻവയോൺമെൻറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, നൊവേലൊക്കെ വരുമ്പോഴത്തേക്കും സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ പുതിയ വാക്കുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോയിൻമെൻറ്റ്സ്, സ്പോർട്സ്, അങ്ങനെ ഒരു 8-10 കാറ്റഗറി ഉണ്ടാക്കാം. അതൊരു ഗൂഗിൾ ഡ്രൈവിൽ ഉണ്ടാക്കിക്കോളൂ. ഈ ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഫോൾഡറുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഫോൾഡറുകളിലേക്ക് നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഇടാനായിട്ട് സാധിക്കും. നിങ്ങളൊരു മന്തിൻ്റെ ഇരുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധനം നിങ്ങൾക്ക് റിവിഷൻ നോട്ടാക്കാൻ പറ്റും, അത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും, അത് നിങ്ങൾക്ക് റിവിഷൻ നടത്താൻ പറ്റും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളും ഒന്ന് മാറി റിസൾട്ടിലേക്ക് എത്തും.
റിസൾട്ടിലേക്ക് എത്തും. റിസൾട്ടിലേക്ക് എത്താതിരിക്കാനുള്ള സാധ്യതയുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സർക്കിളിൽ എനിക്ക് റിസൾട്ടിലേക്ക് UPSC സിവിൽ സർവീസിൻ്റെ റിസൾട്ടിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല. പക്ഷെ അന്ന് കിട്ടിയ അറിവും കാര്യങ്ങളും നിങ്ങളോട് പങ്കുവച്ചുകൊണ്ടാണ് വളരെ മാന്യമായ രീതിയിൽ ഞാനൊരു ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. എൻഡ് ഓഫ് ദ ഡേ നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താണ്? നമ്മൾ പാലിയോലിത്തിക് കാലഘട്ടത്തിലൊക്കെ തുടങ്ങിയപ്പോൾ ഹണ്ടറായിരുന്ന കാലഘട്ടം മുതൽ ഞം കഴിക്കുക എന്നുള്ളതാണ്. അത് മാന്യമായ രീതിയിൽ ഇഷ്ടപ്പെടുന്ന തൊഴിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങളുടെ ലൈഫിൽ കാര്യമായിട്ടുള്ള ഗുണമുണ്ടാകും. SSC RRB പോലുള്ള പരീക്ഷകൾ ചിട്ടയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. UPSC പരീക്ഷ പോലെ അറ്റംപ്റ്റ് ചെയ്യുന്നവരിൽ ലെസ് ദാൻ 1%, ലെസ് ദാൻ 0.1%, ലെസ് ദാൻ 0.2%, അതല്ല ഇതിൻ്റെ ഒരു ചാൻസസ് ഓഫ് വിന്നിങ് എന്ന് പറയുന്നത്, ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഇൻ ടു ദി ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ഈ പറഞ്ഞ പോലെ സബ് ഡൈമെൻഷൻസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഡൈമെൻഷൻസ് നിങ്ങൾക്കൊരു A4 ഷീറ്റിലേക്ക് എഴുതാം. ഒരു ടോപ്പിക്ക് എങ്ങനെ സെലക്ട് ചെയ്യണം? ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഓൾവേസ് തിങ്ക് ഓഫ് പോസിബിൾ ക്വസ്റ്റ്യൻസ്. എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോഴേ ആ ടോപ്പിക്കിൻ്റെ പ്രാധാന്യം മനസ്സിലാവുള്ളൂ. ഞാൻ ചോദ്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്ത് പാർട്ട് ടൈം ആയിട്ട് കൊടുത്ത് കാശ് മേടിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പം നല്ല ചോദ്യങ്ങൾക്ക് നല്ല എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് വരും. നല്ല എമൗണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമല്ല കേട്ടോ. ഏറ്റവും മിനിമം 20 രൂപയിൽ തുടങ്ങിയിട്ട് ഒരു ചോദ്യത്തിന് 100-150 കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല 10 ചോദ്യം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ദിവസം 1000 രൂപ ഉണ്ടാക്കാം. 15 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 15 ദിവസം. ഈ 15 ദിവസത്തെ ജോലി നമുക്ക് 3-4 മണിക്കൂറേ വരുന്നുള്ളൂ. അപ്പം അങ്ങനെയും ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മുടെ പാർട്ട് ടൈം പ്രിപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ ഒരു സാധനം ടെസ്റ്റ് സീരീസ് എന്നുള്ള സാധനം SSC RRBയിൽ ഇപ്പം അധികം ഒരുപാട് അക്കാഡമികൾ നടത്തുന്നില്ല. പക്ഷേ UPSCയിൽ ഒരുപാട് അക്കാഡമികൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം നമുക്ക് പല അക്കാഡമികൾക്ക് കൊടുക്കാം. ഒരു ചോദ്യം പലർക്കല്ല, ഒരു ചോദ്യം ഒരാൾക്ക്. കേട്ടോ? അപ്പോൾ ഒരു ചോദ്യത്തിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ആ ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് പിയർ ഗ്രൂപ്പിൽ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഈ 5-6 പേര് പിയർ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഒരു ദിവസം രാവിലെ ഒരാൾക്ക് പണി കൊടുക്കുക. സെലക്ട് ദ ബെസ്റ്റ് 20 ടോപ്പിക്സ്, അത് അലോട്ട് ചെയ്യുക. അപ്പോൾ 4 ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും ഇയാളുടെ ടോപ്പിക്ക് നല്ലതാണ്, ഇയാളുടെ ടോപ്പിക്ക് അത്ര നല്ലതല്ല. അപ്പോൾ ഡിസ്കസ് ചെയ്യടാ, എങ്ങനെയാണ് നീ നല്ല ടോപ്പിക്ക് എടുക്കുന്നത്. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇയാളുടെ ടോപ്പിക്ക് എടുക്കലും കൂടി ഇമ്പ്രൂവ് ചെയ്യും. അയാൾ നല്ല ടോപ്പിക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്കും ഗുണമുള്ളൂന്നേ. നിങ്ങൾക്കും ഗുണമേ ഉള്ളൂ. ഓൾവേസ് കീപ് എ മാപ്പ് വിത്ത് യു. അറ്റ്ലസ് സുഹൃത്തെ നിങ്ങളുടെ കയ്യിൽ വെക്കണം. അതിന് യാതൊരു സംശയമില്ല. അറ്റ്ലസ് നിങ്ങളുടെ കയ്യിൽ വെക്കണം. ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന വാർത്തകളിൽ നിന്ന് എന്നാൽ കഴിയുന്ന രീതിയിൽ ദ ബെസ്റ്റ് കറണ്ട് അഫയേഴ്സ് ഞാൻ നമ്മുടെ GK സിംപ്ലിഫൈഡിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓരോ 2 ദിവസം കൂടുന്നതും അതിനെ സംബന്ധിച്ചൊരു പോളിംഗ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. എന്നെ സഹായിക്കുന്ന വലിയൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെയുണ്ട്. വ്യക്തികളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. ഡെയിലി കറണ്ട് അഫയേഴ്സ് അവരുടെ ഡേറ്റാബേസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും കൂടെ വേണ്ടി. അത്രയും നല്ലൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഐ എം വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ്. അപ്പോൾ നിങ്ങൾക്ക് ഈ GK സിംപ്ലിഫൈഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഒന്നെങ്കിൽ സ്കാൻ ചെയ്ത് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ ടെലഗ്രാമിൽ പോയി ടൈപ്പ് ചെയ്താൽ മതി. കേട്ടോ? അപ്പോൾ പറയട്ടെ, എല്ലാ ആഴ്ചയൊന്നും പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. എല്ലാ മാസത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. എൻഡ് ടു എൻഡ് അല്ല, നിങ്ങൾക്ക് എൻഡ് ടു എൻഡ് ഇൻഫർമേഷൻ തരിക എന്നുള്ളതല്ല ഉദ്ദേശം. എന്നാൽ കഴിയുന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലെ കണ്ടന്റുകൾ തരിക. മീൻ പിടിപ്പിക്കാൻ പഠിപ്പിക്കുക, അല്ലാതെ മീൻ പിടിച്ചു തരിക എന്നുള്ള. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കണ്ടന്റ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അത് ഞാൻ എൻ്റെ ഭാഗത്ത് മാക്സിമം ട്രൈ ചെയ്യാം. 2, എല്ലാവരും ഉഷാറായിട്ട് പഠിക്കണം. കേട്ടോ? ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കണം. പറ്റുന്നത്ര രീതിയിൽ നന്നായിട്ട് പഠിക്കണം. എത്രയും പെട്ടെന്ന് ഇഷ്ടമുള്ളൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കാം. മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം.